സുഹൃത്തുക്കളെ, 2026 എന്ന വർഷം ലോക രാഷ്ട്രീയത്തിലും സാമ്പത്തിക വ്യവസ്ഥയിലും ഒരു നിർണായക ഘട്ടമായി മാറുകയാണ്. പല ബൂർഷ്വാ വിശകലനക്കാർ ഇതിനെ ഫിനാൻഷ്യൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ മൾട്ടിപോളർ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് വിളിച്ചാലും മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ ഇത് സാമ്രാജ്യത്വ വ്യവസ്ഥയുടെ ആഴത്തിലുള്ള പ്രതിസന്ധിയാണ്. ലെനിൻ പറഞ്ഞതുപോലെ സാമ്രാജ്യത്വം എന്നത് ഏകാധിപത്യ മൂലധനവും ധനമൂലധനവും ലോകത്തെ നിയന്ത്രിക്കുന്ന ഘട്ടമാണ്. ഇന്ന് ആ ഘടന അകത്തുനിന്ന് തന്നെ തകരുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്നത്തെ ലോക സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമായി നിലകൊണ്ടിരുന്നു. ഡോളറിൻ്റെ ആഗോള ആധിപത്യം, എണ്ണ വ്യാപാരത്തിലെ നിയന്ത്രണം, സൈനിക ശക്തി ഇവയൊക്കെ ചേർന്നാണ് അമേരിക്കൻ നൂറ്റാണ്ട് രൂപപ്പെട്ടത്. പക്ഷേ ഇന്ന് അമേരിക്കയുടെ ദേശീയ കടം $38 ട്രില്യൺ കവിഞ്ഞിരിക്കുകയാണ്. വരുമാനത്തേക്കാൾ ചെലവ് കൂടുതലാണ്. പലിശ, പണമടക്കൽ പോലും സൈനിക ചെലവിനോട് തുല്യമായി വരുന്നു. ഇത് ചെറിയ സാമ്പത്തിക പ്രശ്നമല്ല. ഉൽപാദനാടിസ്ഥാനത്തിൽ വളരാൻ കഴിയാതെ കടം കൊണ്ട് നിലനിൽക്കുന്ന സാമ്രാജ്യത്തിൻ്റെ ലക്ഷണമാണ്. ഒരു കാലത്ത് ലോക എണ്ണ വ്യാപാരം മുഴുവൻ ഡോളറിലായിരുന്നു. അതാണ് പെട്രോ ഡോളർ സംവിധാനത്തിൻ്റെ അടിസ്ഥാനം. ഇന്ന് റഷ്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരത്തിൻ്റെ ഭൂരിഭാഗവും റൂബിൾ യുവാൻ കറൻസികളിലാണ് നടക്കുന്നത്. ഇറാനും സൗദി അറേബ്യയും ഡോളറിന് പുറത്തുള്ള ഇടപാടുകൾ വർദ്ധിപ്പിക്കുന്നു. ഇത് വെറും സാങ്കേതിക മാറ്റമല്ല, സാമ്രാജ്യത്വ ധനനിയന്ത്രണത്തിൻ്റെ ക്ഷയമാണ്. ബ്രിക്സ് ഇന്ന് വ്യാപകമാകുകയാണ്. ഇറാൻ, UAE തുടങ്ങിയ പ്രധാന എണ്ണ കയറ്റുമതിക്കാർ ഈ കൂട്ടായ്മയിൽ ചേർന്നത് വലിയ മാറ്റമാണ്. ചില എണ്ണക്കരാർ യുവാനിൽ തീർപ്പാക്കപ്പെടുന്നു. ഇത് ഡോളർ നിർബന്ധിതത്വത്തെ ദുർബലപ്പെടുത്തുന്നു. ഇന്ത്യയുടെ നേതൃത്വത്തിൽ ബ്രിക്സ് ഡിജിറ്റൽ കറൻസി സഹകരണവും മുന്നോട്ട് പോകുന്നു. പാശ്ചാത്യ ബാങ്കിംഗ് സംവിധാനങ്ങളെ മറികടക്കുന്ന പണ ഇടപാട് സ്ഥാപനങ്ങൾ രൂപപ്പെടുന്നു. സ്വിഫ്റ്റ് പോലുള്ള പാശ്ചാത്യ സാമ്പത്തിക ആയുധങ്ങൾ ഉപയോഗിച്ച് രാജ്യങ്ങളെ ശിക്ഷിച്ച കാലം ഉണ്ടായിരുന്നു. പക്ഷേ 2022 ശേഷം റഷ്യക്കെതിരായ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും റഷ്യ വളർച്ച രേഖപ്പെടുത്തി. ഇത് സാമ്രാജ്യത്വ ഉപരോധങ്ങളുടെ പരിധി വ്യക്തമാക്കുന്നു. ഡീകപ്ലിംഗ് എന്ന വാക്ക് ഉപയോഗിച്ചാലും അമേരിക്കൻ ഹൈടെക് മേഖലയ്ക്ക് ചൈനീസ് നിർമ്മാണ ശൃംഖലകളോട് ഇപ്പോഴും ആശ്രിതത്വമുണ്ട്. അപൂർവ ഖനിജ വസ്തുക്കളും സെമി കണ്ടക്ടർ നിർമ്മാണ ഘട്ടങ്ങളും ചൈനയുടെ നിയന്ത്രണത്തിലാണ്. അതിനാൽ സാങ്കേതിക യുദ്ധം പോലും പരസ്പര ആശ്രിതത്വത്തിൽ കുടുങ്ങിയിരിക്കും. ബ്രിട്ടനും യൂറോപ്പും സാമ്പത്തിക മന്ദഗതിയിലാണ്. പുതിയ വിപണികൾ തേടിയുള്ള വ്യാപാര കരാറുകൾ ഒരു പുതിയ പുരോഗതിയല്ല, ഉള്ളിലെ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമം മാത്രമാണ്. ഇത് വെറും അമേരിക്ക ചൈന മത്സരം മാത്രമല്ല, ഇത് സാമ്രാജ്യത്വ ഘട്ടത്തിലെ ക്യാപിറ്റലിസ്റ്റിൻ്റെ ഘടനാപരമായ പ്രതിസന്ധിയാണ്. ചോദ്യം ഇപ്പോൾ ഇങ്ങനെയാണ്: അമേരിക്കൻ ആധിപത്യം ശാശ്വതമാകുമോ? ഇല്ല. പകരം എന്തുവരും? കൂടുതൽ സൈനിക സംഘർഷങ്ങളും അന്തർ സാമ്രാജ്യത്വ യുദ്ധങ്ങളും, അല്ലെങ്കിൽ ചൂഷിത രാജ്യങ്ങളുടെയും തൊഴിലാളി വർഗത്തിൻ്റെയും മുന്നേറ്റമോ? ചരിത്രം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്കൻ നൂറ്റാണ്ട് ക്ഷയിക്കുന്നു. പക്ഷേ അതിൻ്റെ പകരക്കാരൻ സ്വയം സ്വാഭാവികമായി നീതിപൂർണമായ ലോകമാവില്ല. ജനങ്ങളുടെ പോരാട്ടം മാത്രമാണ് ഭാവിയെ നിർണ്ണയിക്കുക. ലോകം മാറ്റത്തിൻ്റെ കവാടത്തിൽ നിൽക്കുന്നു. പ്രശ്നം, മാറ്റം ആർക്ക് അനുകൂലമാകും? അതാണ് ഇന്നത്തെ ചരിത്രപരമായ ചോദ്യം.